അങ്കന മൗലി ഇതിലേവാ ഇതിലേവാ. നല്ല ഇരുത്തം. സുഖമുണ്ടല്ലേ? ഇവിടെ ഇരിക്കാൻ നല്ല സുഖം. എപ്പോഴാ ട്രെയിന്? രാവിലെ പോണം. രാവിലെ നേത്രാവതി. നേത്രാവതിയില്ല? നീ വരണ? ഞാൻ വരണമെന്നുണ്ടായിരുന്നു. നിന്റെ അടുത്ത് ആര് പറഞ്ഞു പന്നീരെ വായിൽ കൊണ്ട് കാല് വെച്ച് കൊടുക്കാൻ? പന്നി കാരണം എനിക്കിപ്പോൾ എങ്ങും പോകാൻ പറ്റാത്ത അവസ്ഥയായി. ഇപ്പൊ ഒരു മാസം കള്ളച്ചോറ് തിന്ന് വീട്ടിൽ കിടക്കാല്ലേ? പന്നി കടിച്ച ഫുൾ ഡയറ്റിംഗ് ആണ്. കുറച്ച് ചോറും കുറച്ച് തൂരന്തര വെള്ളം. നേരത്തെ ചിക്കൻ കാല് കടിച്ചു പിടിക്കുന്നതാ. ചിക്കൻ കാല് കടിച്ചു പിടിക്കുന്നത് അവിടെ. നീ നാളെ എപ്പോഴും പോണ? രാവിലെ രാവിലെ പോടെ. ശരി, നീ നാളെ പോയിട്ട് എന്ന് വരും? ഏപ്രിൽ വരുവോളി. ഞാൻ വരുമല്ല? ഏപ്രിൽ വരുന്നത് നമ്മളെ വീഡിയോ എങ്ങനെ ചെയ്യടാ? നീ എനിക്ക് ഇവിടെ നിന്ന് ചെയ്തിട്ട് അങ്ങോട്ട് അയച്ചു തന്നാൽ മതി. പാഴ്സൽ കൊറിയർ അയക്കാൻ അയച്ചു തരണം. വീഡിയോ കൊറിയർ അയച്ചു. ഇവിടെ നാട്ടിലെല്ലാം ഉത്സവ കാലമാണ് ഇപ്പൊ. എന്താ ഉത്സവം? ഉത്സവമൊക്കെ മിസ്സായല്ല? എന്തിനാ എറിഞ്ഞ അടിയുള്ളാനല്ലേ നിന്റെ കൂടെ വന്നിട്ട്? ഉഴമലക്കലും പിന്നെ പുതുക്കുളങ്ങരയും എല്ലാം ഉത്സവം തുടങ്ങി. അതിനടാ നിന്റെ കൂടെ വന്ന അടി കിട്ടുമല്ലോ. എൻ്റെ കൂടെ അടിയിട്ടുണ്ട്. പന്നി മാത്രമേ എൻ്റെ കൂടെ ഒന്നും കടിക്കുള്ളൂ, അടിയൊന്നും കിട്ടൂല. ശരി, ഓക്കെ. ശരി, ഓക്കെ. അടുത്ത മാസം അടുത്ത മാസം വരും. ശരി. അങ്ങനെ മുംബൈയിലോട്ട് തിരിച്ചു പോകാനുള്ള യാത്രയാണ്. പെട്ടിയൊക്കെ വാരിക്കയറ്റി റെയിൽവേ സ്റ്റേഷനിലോട്ട് ഇറങ്ങി. പതിവ് പോലെ നേത്രാവതി പോകാനായിട്ട് റെഡിയായി കിടക്കുകയാണ്. ഇപ്പം തൽക്കാലം എൻ്റെ കമ്പാർട്ട്മെൻറ്റിൽ ഞാൻ മാത്രമേ ഉള്ളൂ. നോർമലി എറണാകുളം തൃശ്ശൂരൊക്കെ കഴിയുമ്പോഴായിരിക്കും വണ്ടി ഒരുവിധം സീറ്റിംഗ് ആവുന്നത്. അങ്ങനെ വണ്ടി എടുത്തു. തിരുവനന്തപുരത്തിനോട് ടാറ്റ ബൈ ബൈ സി യു പറഞ്ഞു. സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു. ഞാനും സെറ്റായി. കറക്റ്റ് ടൈമിൽ തന്നെ വണ്ടി എറണാകുളം പിടിച്ചു. പക്ഷേ ആ റെയിൽവേ ടൈമിംഗ് എല്ലാം തെറ്റിച്ചുകൊണ്ട് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായി. വണ്ടി പ്ലാറ്റ്ഫോമിൽ നിന്ന് അനങ്ങി തുടങ്ങി 2 സെക്കൻഡ് ആവും മുമ്പ് തന്നെ വണ്ടി പെട്ടെന്ന് അങ്ങ് സ്റ്റോപ്പ് ചെയ്തു. തലയിട്ട് പുറത്ത് നോക്കിയപ്പോഴാണ് RPFകാരും TTമാരും എല്ലാം ഓടിക്കൂടുന്നത് കണ്ടത്. സംഭവം ഒരമ്മ വണ്ടിയുടെ ചെയിൻ വലിച്ച് നിർത്തിയതാണ്. അവരുടെ മോള് വണ്ടിയിൽ കയറാൻ ലേറ്റായിപ്പോയി. പിന്നെ ഇന്ത്യൻ റെയിൽവേയുടെ ടൈമൊന്നും അമ്മ നോക്കിയില്ല. ഒറ്റ വലി ചെയിൻ വണ്ടി അങ്ങ് നിർത്തി. പാവം. എന്തായാലും നല്ലൊരു ഫൈൻ അടച്ച് കാണും. ഫൈനിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം ഓർമ്മ വന്നത്. പണ്ടൊരിക്കൽ ഞങ്ങൾ മുംബൈയിൽ നിന്ന് നാട്ടിലോട്ട് ഉമ്മായ കയറ്റിവിടാൻ വേണ്ടി വന്നു. അങ്ങനെ അവരെ കയറ്റിവിട്ടതിന് ശേഷം ജസ്റ്റ് വണ്ടി എടുത്തപ്പോൾ തന്നെ ഒരാൾ അയാളെക്കാളും വലിയൊരു പെട്ടിയായിട്ട് ഓടി വണ്ടിയിലോട്ട് കയറി. പെട്ടി എങ്ങനെയൊക്കെയോ വണ്ടിയിൽ അകത്തെടുത്തിട്ടു. അയാൾ പ്ലാറ്റ്ഫോമിൻ്റെയും വണ്ടിയുടെ ഇടയിലായിപ്പോയി. അങ്ങനെ കുറച്ച് ദൂരം വണ്ടി വലിച്ചങ്ങ് പോയി. ആരോ അകത്തുനിന്ന് കണ്ട് ചെയിൻ വലിച്ചു. വണ്ടി പെട്ടെന്ന് നിർത്തി. ഭാഗ്യത്തിന് വണ്ടിയുടെയും പ്ലാറ്റ്ഫോമിൻ്റെയും ഗ്യാപ്പ് കൂടുതലുള്ളത് കൊണ്ട് അയാൾക്ക് ചെറിയൊരു ഇഞ്ചറിയേ പറ്റിയുള്ളൂ. എന്തായാലും അയാൾക്ക് 50,000 ഫൈൻ അടിച്ചു കൊടുത്തു. അതുകൊണ്ട് നിങ്ങളാരും വണ്ടി ഓടിത്തുടങ്ങിയാൽ റിസ്ക് എടുത്ത് കയറാൻ നിൽക്കരുത്. ഒരു ട്രെയിൻ പോയാൽ അടുത്തൊരു ട്രെയിൻ വരും. പക്ഷേ ജീവൻ പോയാലോ? അങ്ങനെ കഥ പറഞ്ഞൊരു രാവും പകലും കഴിഞ്ഞു. നമ്മളിതാ പനവേലെത്തി. പനവേലിലുള്ളൊരു വലിയ പാലം പണി നടക്കുകയാണ്. അതിൻ്റെ ബ്രിഡ്ജാണ് ഈ കാണുന്നത്. നോർമലി ഞാൻ കല്യാണിൽ പോകാൻ താനയിലാണ് ഇറങ്ങുന്നത്. അവിടുന്ന് ലോക്കൽ പിടിക്കുകയോ ഒലയോ ക്യാബോ ബുക്ക് ചെയ്തോ പോകും. ഇപ്രാവശ്യം ലഗേജ് കൂടുതലുള്ളത് കൊണ്ട് ഫ്രണ്ട് കാറുമായിട്ട് പനവേലിൽ വരും. അങ്ങനെ ഞാൻ പനവേലിൽ ഇറങ്ങി. ഒരു കാര്യം ഞാൻ പ്രത്യേകിച്ചും പറയാം. പനവേൽ ഇറങ്ങിയാലേ വീട്ടിലോട്ട് പോകാൻ പറ്റൂ എന്നുള്ളവർ മാത്രമേ പനവേൽ ഇറങ്ങാവൂ. അല്ലാത്തവർ മാക്സിമം താനയിൽ ഇറങ്ങാൻ ശ്രമിക്കുക. പനവേൽ പണി നടക്കുന്നതുകൊണ്ട് ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് കാറ് വരെ ഞങ്ങളെ ലഗേജ് എത്തിച്ചത്. വളരെ ബുദ്ധിമുട്ടാണ് അവിടെ പണി നടക്കുന്നതുകൊണ്ട്. അങ്ങനെ കല്യാണിൽ വീട്ടിലെത്തി. പിള്ളേർ കട്ട വെയിറ്റിംഗ് ആണ് പെട്ടിയിൽ ടോയ്സ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട്. സംഭവം എനിക്കൊന്നും തിരക്കിനിടയിൽ മേടിക്കാൻ പറ്റിയില്ല. ഇന്നെൻ്റെ കട്ട പുക തന്നെ.